എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2009 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഗണാറാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വാഗണാർ LXA ആണ്. ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മളുടെ റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഈ വണ്ടി എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ മോഡൽ വാഗണാർ എടുക്കുന്നവർക്കും ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വാഹനം 2009 മോഡൽ LXA വേരിയൻ്റ് ആണ്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ആകെ ബോണറ്റിൽ ചെറിയൊരു ഡെൻറ്റ് മാത്രമാണ് കാണാനുള്ളത്. റൂഫൊക്കെ ആണെങ്കിലും നല്ല ക്ലീനാണ്. ഇത് റീപെയിൻറ്റഡ് ആണ് ഈ വാഹനം. ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടാക്സും അടച്ചിട്ടുണ്ട്. 89,000 കിലോമീറ്ററാണ് ഓഡോമീറ്റർ റീഡിങ്. ജെന്യുവൻ റീഡിങ് ആണ്. LXA ആയതുകൊണ്ട് സ്റ്റീരിയോ വരുന്നില്ല. പാർട്ടി എക്സ്ട്രാ സ്റ്റീരിയോ ഒന്നും ചെയ്തിട്ടില്ല. AC നല്ല കൂളിംഗ് ഉണ്ട്. വർക്കിംഗ് കണ്ടീഷനാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ അത്യാവശ്യം നീറ്റാണ് വാഹനം. സീറ്റ് കവേഴ്സ് മാത്രം ഒന്ന് മാറ്റിയാൽ കൊള്ളാം. കാരണം ഒറിജിനൽ സീറ്റ് കവേഴ്സിൻ്റെ മുകളിലൂടെ ഒരു കവർ ഇട്ടിട്ടുണ്ട്. ആ കവർ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. റൂഫൊക്കെ അത്യാവശ്യം ക്ലീനാണ്. സാമാന്യം തിരക്കേടില്ലാത്ത ലെഗ് സ്പേസ് ഉള്ള വണ്ടിയാണ് ഈ മോഡൽ വാഗണാർ. കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഈ വാഹനം 2009 മോഡലായതുകൊണ്ട് തന്നെ CNG കയറ്റിയാൽ നല്ലതായിരിക്കും. പ്രസൻ്റ് ഈ വാഹനത്തിന് ഒരു 14-16 കിലോമീറ്ററാണ് റിയൽ ലൈഫ് മൈലേജ് നമുക്ക് കിട്ടുന്നത് പെട്രോളിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് CNG കയറ്റുവാണെങ്കിൽ അതൊരു 24-23 കിലോമീറ്ററിനടുത്ത് മൈലേജിലേക്ക് കിട്ടും. മാരുതി ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഇഷ്യൂസ് ഉണ്ടാവില്ല. 1.1 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഈ വാഹനത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഓയിൽ ലീക്കേജ് ഉള്ളത് വാൽക്കവർ പാക്കിൻ്റെ അവിടെ നിന്നാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം പവർ ഉണ്ടാവും. അണ്ടർ ബോഡിയിലൊക്കെ ചെക്ക് ചെയ്യുക. അണ്ടർ ബോഡിയിൽ കാര്യമായിട്ടുള്ള പാച്ചൊന്നുമില്ല. അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ട് ടയേഴ്സ് ഒരു എബോവ് ആവറേജ് കണ്ടീഷനും ബാക്ക് ടയേഴ്സ് ഒരു ആവറേജ് കണ്ടീഷനാണ് ഉള്ളത്. വാഹനം നമ്മൾ ഓടിച്ച് നോക്കിയിരുന്നു. അത്യാവശ്യം നല്ലൊരു പവറും പിക്കപ്പും ഉള്ളൊരു വാഹനമാണ്. 2006 തൊട്ട് 2009 വരെ ഇറങ്ങിയിട്ടുള്ള ഈ 4 സിലിണ്ടർ വാഗണാർ. അതിനു മുമ്പുള്ള വേർഷനും സെയിം എഞ്ചിൻ തന്നെയാണ്. ബട്ട് അതിന് ശേഷം വന്നിരിക്കുന്ന കേട്ടൺ സീരീസിനാണെങ്കിൽ 3 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. ഈ വാഹനത്തിന് നമുക്ക് AC ഇടുമ്പോൾ കാര്യമായിട്ടുള്ളൊരു പതുങ്ങൽ ഫീൽ ചെയ്യുന്നില്ല. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റൈഡിങ് ഫീൽ തന്നെയാണ് തന്നത്. കാര്യമായിട്ടുള്ള സസ്പെൻഷൻ നോയ്സോ അതുപോലുള്ള ജർക്കിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ബോഡിയുടെ ഉള്ളിലേക്കുള്ള സൗണ്ടുകളൊക്കെ നോയ്സുകൾ കുറവായിരുന്നു. സ്റ്റെബിലിറ്റി ഉണ്ട്. നമുക്ക് കൈ വിടുമ്പോൾ സൈഡിലേക്കൊന്നും വലിയുന്നില്ല. വേറെ ആക്സിഡൻറ്റ്സ് റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും സംഭവിച്ചിട്ടില്ല. വാഹനം മൊത്തത്തിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്തിരുന്നു. 1 to 1.5 ലാക്സിൽ ഫാമിലി കാർ നോക്കുന്നവർക്ക് പറ്റിയൊരു നല്ലൊരു വാഹനമാണ് വാഗണാർ. കുഴപ്പമില്ലാത്ത റീസെയിൽ വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പാർട്സുകൾ നമുക്ക് സുലഭമായിട്ട് തന്നെ കിട്ടും. റേറ്റും കുറവാണ്. അതുമാത്രമല്ല, ഈ വാഹനത്തിനെ സംബന്ധിച്ച് നമുക്ക് 2009 അല്ലെങ്കിൽ 2008 വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങളായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. സോ 5 വർഷത്തേക്ക് നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2010-11 വാഹനങ്ങളിലേക്ക് പോകുമ്പോൾ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിലവും കൂടി നമ്മൾ മുന്നിൽ കണ്ടു വേണം എടുക്കാനായിട്ട്. സോ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 1,65,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി നമുക്ക് അത്യാവശ്യം കോളുകൾ വരുന്നുണ്ട്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് അഷ്ടമിച്ചിറയിലാണ്. മറ്റൊരു വാഹനവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.